ഹലോ ഗൈസ്, വെൽക്കം ടു സിൻജു ടെക് ഷെയർ. ഇന്നത്തെ എന്റെ വീഡിയോ വിൻഡോസ് ബൂട്ടബിൾ ഡ്രൈവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. USB ബൂട്ടബിൾ ആക്കുന്നതിന് വേണ്ടി 3 ടൂളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ടൂളാണ് മീഡിയ ക്രിയേഷൻ ടൂൾ ഫ്രം മൈക്രോസോഫ്റ്റ് തന്നെ തരുന്ന ഒരു ടൂളാണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് മൈക്രോസോഫ്റ്റിൽ നിന്നും നമുക്ക് വിൻഡോസ് 10, വിൻഡോസ് 11 ഡൗൺലോഡ് ചെയ്യാനും USB ബൂട്ടബിൾ ആക്കാനും നമുക്ക് പറ്റും. വിൻഡോസ് 10നും 11നും സെപ്പറേറ്റ് ടൂളുകളാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള പ്രൊസീജിയറുകളെല്ലാം കോമൺ ആണ്. അപ്പോൾ വിൻഡോസ് 10ന്റെ സൈറ്റിൽ പോയിട്ട് വിൻഡോസ് മീഡിയ ക്രിയേറ്റിംഗ് ടൂൾ ഡൗൺലോഡ് ചെയ്യുക. അഥവാ നമ്മൾ വിൻഡോസ് 11ന്റെ സൈറ്റിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്നും നമുക്ക് മീഡിയം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടൂൾ ഡൗൺലോഡ് ചെയ്തിട്ട് ടൂൾ മുഖാന്തരം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വൺസ് നമ്മൾ ഈ ടൂൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് പേജിലാണ് നമ്മൾ USB ആണോ അല്ലെങ്കിൽ ISO ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനോ വേണ്ടെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ISO ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെസ്റ്റിനേഷൻ ചോദിക്കും. ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ISO ഡൗൺലോഡ് ചെയ്ത് ഇമേജ് ആയിട്ട് അവിടെ സേവ് ചെയ്തു. ഇനി നമുക്ക് USB ബൂട്ടബിൾ ആക്കാനാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ഡ്രൈവ് അത് സെലക്ട് ചെയ്യാൻ പറയും. ആ ഡ്രൈവ് സെലക്ട് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ആവും. ഈ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ USB ബൂട്ടബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ഇമേജ് അതിലോട്ട് ലോഡ് ചെയ്യുക. ഈ പ്രോസസ്സിന് മിനിമം 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ എടുക്കാം. അത് നമ്മുടെ ഡൗൺലോഡ് സ്പീഡ്, നമ്മൾ ഉപയോഗിക്കുന്ന PCയുടെ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ്. യുവർ USB ഫ്ലാഷ് ഡ്രൈവ് ഈസ് റെഡി എന്നൊരു മെസ്സേജോട് കൂടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു വിൻഡോ കിട്ടും. അവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് USB ഡ്രൈവ് റിമൂവ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് മീഡിയ ക്രിയേറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ USB ബൂട്ടബിൾ ആക്കിയാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂട്ടബിൾ ആയിട്ടുള്ള USB എല്ലാ ഡിവൈസുകളും ഒരു സെക്യൂർഡ് പ്ലാറ്റ്ഫോം ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് സെക്യൂർ ബൂട്ട് ബയോസിൽ ഓൺ ആണെങ്കിൽ നമ്മൾ ഈ USB വെച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബൂട്ട് ചെയ്യാം. സെക്യൂർ ബൂട്ട് ബയോസിൽ ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ മാക് ഹാർഡ്വെയറിൽ, മാക് ലാപ്ടോപ്പിൽ നമുക്ക് വിൻഡോസ് ലോഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ USB കണക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഓരോ പ്രാവശ്യം ഓരോ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. അതായത് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുമിച്ച് നമുക്ക് ഒരു പെൻഡ്രൈവിൽ കീപ്പ് ചെയ്ത് വെക്കാൻ ഈ വിൻഡോസ് മീഡിയ ക്രിയേഷൻ ടൂൾ വെച്ചിട്ട് സാധിക്കില്ല. സെക്കൻഡ് ടൂളാണ് റൂഫസ്. റൂഫസ് ഒരു തേർഡ് പാർട്ടി ടൂളാണ്. അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി rufus.ie സൈറ്റിലോട്ട് പോവുക, അല്ലെങ്കിൽ ഗൂഗിളിൽ റൂഫസ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് കിട്ടുന്നതാണ്. റൂഫസിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺലോഡ്സിൽ പോയിട്ട് ലേറ്റസ്റ്റ് വേർഷൻ എന്താണോ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത റൂഫസ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ ആദ്യമായിട്ട് ഏതാണോ USB ഡ്രൈവ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ വിൻഡോസിന്റെ മീഡിയം ഏതാണ് അതിന്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് ഓപ്ഷനിലോട്ട് പോവുക. അവിടെ നമുക്ക് USB ഡ്രൈവിന് പേര് കൊടുക്കും. അതായത് നമ്മൾ വിൻഡോസ് 10 ആണ് ലോഡ് ചെയ്യുന്നത്, വിൻഡോസ് 10 എന്ന് നമുക്ക് ഈ വോളിയത്തിൽ ലേബൽ ചെയ്യാം. വിൻഡോസ് 11 ആണെങ്കിൽ വിൻഡോസ് 11 നമുക്ക് ലേബൽ ചെയ്യാം. ഫയൽ സിസ്റ്റം NTFS ക്ലസ്റ്റർ സൈസ് എബവ് 4000 ബൈറ്റ്സും സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട്. അപ്പോൾ ഒരു കസ്റ്റമൈസേഷന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ മിനിമം RAM റിക്വയർമെന്റ്, TPM വേണോ വേണ്ടയോ, ലാപ്ടോപ്പ് ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് ഓൺലൈൻ അക്കൗണ്ട് വെച്ചിട്ട് മസ്റ്റായിട്ട് ലോഗിൻ ചെയ്യണം, ബിറ്റ് ലോക്കർ എനേബിൾ ഡിസേബിൾ, ലോക്കൽ അഡ്മിനിസ്ട്രേറ്റർ ബൈ ഡിഫോൾട്ട് ആയിട്ട് ലോഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇതൊന്നും സെലക്ട് ചെയ്യാതെ ബൈ ഡിഫോൾട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ആവും. ഏകദേശം 20 to 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളുടെ USB ബൂട്ടബിൾ ആക്കിയതിന് ശേഷം നമ്മളുടെ എന്താണോ ISO ഫയൽ അത് USBയിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ടാവും. സ്റ്റാറ്റസ് റെഡി എന്ന് കാണിക്കുമ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പെൻഡ്രൈവ് റിമൂവ് ചെയ്യാവുന്നതാണ്. റൂഫസിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നമുക്ക് ലിനക്സ്, വിൻഡോസ്, UEFI, ബയോസ് ഫ്ലാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡോട്ട് സിസ്റ്റം വെച്ച് തന്നെ ഫേംവേർഷൻ അപ്ഗ്രേഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് റൂഫസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന USB ഡ്രൈവുകൾ സെക്യൂർ പ്ലാറ്റ്ഫോം ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യില്ല. അതായത് TPM എനേബിൾ ആണ്, അല്ലെങ്കിൽ ബയോസിൽ സെക്യൂർ ബൂട്ട് ഓൺ ആണെങ്കിൽ ഈ USB ഡ്രൈവ് വെച്ചിട്ട് നമുക്ക് ബൂട്ട് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബയോസിൽ കയറിയിട്ട് ഈ സെക്യൂർ ബോട്ട് ഡിസേബിൾ ചെയ്തതിന് ശേഷം മാത്രമേ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് ടൂളാണ് വെൻഡോയ്, മൈ ഫേവറേറ്റ്. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് vendoy.net എന്ന സൈറ്റിൽ പോവുക, ഡൗൺലോഡ്സിൽ പോവുക, വെൻഡോയ് വിൻഡോസിന്റെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. വൺസ് വിൻഡോസ് സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയതിനു ശേഷം ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം vendoy to disk എന്നൊരു exe ഫയൽ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ ഏതാണോ നമ്മുടെ USB ഡ്രൈവ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വാർണിംഗ് വരും, USB ഡ്രൈവ് ഫോർമാറ്റ് ആയിട്ട് ഡേറ്റ എല്ലാം ലോസ്റ്റ് ആവുമെന്ന്. അത് യെസ് ക്ലിക്ക് ചെയ്യാം. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. വെൻഡോയ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ദിസ് PCയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ USB ഡ്രൈവ് വെൻഡോയ് എന്നൊരു ലേബലിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നത് കാണാം. അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ഇമേജ് എന്താണോ, അതായത് ISO ഫയൽ ഏതാണോ
അത് ഡയറക്റ്റ് ആയിട്ട് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. വൺസ് ഇമേജ് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇമേജും കോപ്പി ചെയ്യാവുന്നതാണ്. ഇത് തന്നെയാണ് വിൻഡോയുടെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് 10, വിൻഡോസ് 11, വിൻഡോസ് 2022 സെർവർ തുടങ്ങിയ എല്ലാം ഒറ്റ USB-യിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഈ USB ഡ്രൈവ് ഉപയോഗിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് സ്റ്റാർട്ടപ്പിൽ വെച്ച് തന്നെ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വിൻഡോയുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഇത് ഒരു ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോമായിട്ട് ലാപ്ടോപ്പുകൾ ഡിറ്റക്ട് ചെയ്യില്ല. സെക്യൂർ ബൂട്ട്, TPM എല്ലാം എനേബിൾഡ് ആണെങ്കിൽ ഈ USB ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ബയോസിൽ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ടൂളുകൾക്കും അവരുടേതായ ബെനിഫിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഈ ടൂളുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്